ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു കിറ്റ് ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് മേക്കിംഗ് വീഡിയോ എൻ്റെ ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആയിരുന്നു. ഇതുപോലെ വരുന്ന ബേബി ബാംഗിൾസിൻ്റെ ഒരു മെറ്റീരിയൽ കിറ്റാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ബാംഗിളും മാലയും കൂടെ സെറ്റായിട്ട് വരുന്ന ടൈപ്പ് കേട്ടോ. മെമ്മറി വയർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമ്മൾ ഷെയർ ചെയ്ത സമയത്ത് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മാലയുടെ മേക്കിംഗ് വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ വരുന്ന മെമ്മറി വയറാണ് കേട്ടോ. ഈ മെമ്മറി വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കും. കിറ്റിനകത്ത് കട്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇതുപോലെ നമ്മളിത് കട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഏത് ടൈപ്പ് ബീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് നമുക്ക് ബീഡ്സ് വേണ്ട പാറ്റേണിൽ നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ സീഡ് ബീഡ്സാണ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സീഡ് ബീഡ്സ് ഇത്രയും ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ്, കുറച്ച് ബീഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് സീഡ് ബീഡ്സാണ്. സീഡ് ബീഡ്സ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഷൈനിങ് ടൈപ്പിലുള്ള ഗ്ലാസ് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സീഡ് ബീഡ്സ് കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലവർ ബീഡ്, ഏത് ടൈപ്പ് ബീഡ് വേണമെങ്കിലും ഏത് പാറ്റേണിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഒരു മെമ്മറി വയർ ആയതുകൊണ്ട് തന്നെ ആ ബാംഗിളിൻ്റെ തിക്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഹെവി വെയിറ്റ് ഉള്ളതൊന്നും കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിത് കോർത്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു സെൻറ്റർ പോർഷനിൽ സെൻറ്റർ ബീഡ് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഗം ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഈ രണ്ട് എൻഡ് ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക കേട്ടോ. ഈ രണ്ട് എൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിത് ഇതുപോലെയല്ല വരുന്നത്, അതിൻ്റെ ഈ ബീഡ് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. B7000 ആണ് ഉപയോഗിക്കുന്നത്. 7000 6000 ഈ 8000 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു ബീഡിൽ ഗം അപ്ലൈ ചെയ്ത് ഇതുപോലെ കൊടുക്കുക. സ്റ്റിക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എടുക്കാനൊന്നും പറ്റില്ല. കറക്റ്റ് അതിൽ സ്റ്റിക്കായി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക, സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിതുപോലെ ഇത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എൻഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിയർ ലോക്ക് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആയിട്ട് വരുന്നത്. ഇതേ ഈ ടൈപ്പിൽ വരുന്ന ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൊടുക്കാം. നമ്മളിവിടെ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു എൻഡിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ദിവസമൊക്കെ എടുക്കും ഇത് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പിടിച്ചതിന് ശേഷം കുറച്ച് ഗം അപ്ലൈ ചെയ്യുക. ഒരുപാട് ഗം അപ്ലൈ ചെയ്യണ്ട, കുറച്ച് ഗം ഇതുപോലെ എൻഡിൽ അപ്ലൈ ചെയ്യാം. ഇതുപോലെ കുഞ്ഞതായിട്ട് തന്നെ മെറ്റൽ ബീഡ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും അതുപോലെ ഗം അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രേ നമ്മളിതിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് വളരെ എലഗൻറ്റും പ്രീമിയം ക്വാളിറ്റിയിലും നമുക്ക് ഇതുപോലെയുള്ള ബാംഗിൾസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബീഡ്സ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായം സ്മൈലി കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക്